ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പുളിച്ചിക്ക ഉപ്പിലിട്ടതാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ നാട്ടിൽ ഇതിനെ പുളിച്ചിക്ക എന്ന് പറയും, ചില നാടുകളിൽ ഇലിമ്പൻ പുളി എന്നൊക്കെ പറയുന്ന ഐറ്റമാണിത്. ഇതിന് വേണ്ടത് ഈ പുളിച്ചിക്ക, പിന്നെ കാന്താരി മുളക്, ഉപ്പ്, വെള്ളം, ഇത്രയും മതിയാവും. ഇതുപോലെ നമ്മൾ ഓരോ പുളിച്ചിക്കയും അരിഞ്ഞിടണം. ജസ്റ്റ് രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കോറി കൊടുക്കണം, നാല് വശത്തും. അപ്പോൾ നമ്മളെല്ലാം ഇപ്പോൾ അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ആക്ച്വലി നമുക്ക് കിട്ടുന്ന അളവിനനുസരിച്ചിട്ട് നമുക്ക് പുളിച്ചിക്ക ഇടാം. അതിനെ എത്ര വേണം അങ്ങനെയൊന്നുമില്ല. നമുക്കിപ്പോൾ ഇഷ്ടം പോലെ കിട്ടിയത് കൊണ്ട് നമ്മൾ കുറേ വെച്ചിട്ടങ്ങ് ഇട്ട് വെച്ചു. എത്ര നാൾ വേണോ ഇരിക്കും. സോ നമ്മളിപ്പോൾ ഇട്ട് വെച്ചു. പിന്നെ കുപ്പി, നിങ്ങൾ ചില്ല് ഗ്ലാസ്സുള്ള കുപ്പി എടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇത്രയും ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ചില്ല് ഗ്ലാസ്സുള്ള കുപ്പി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പ്ലാസ്റ്റിക് കുപ്പിയിൽ എടുത്ത് വെച്ചതാണ്. അങ്ങനെ വയ്ക്കരുത് മാക്സിമം. ഇത് കഴിഞ്ഞ് നമ്മളിനി ഇതിൽ കാന്താരി ചേർക്കാൻ പോവുകയാണ്. ഇതാണ് കാന്താരി, എല്ലാവരും കണ്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാന്താരി മുളക് ഇതുപോലെ ചെറുതായിട്ട് കീറി നമ്മൾ ഇടുക. ചെറിയൊരു വെട്ട് കൊടുത്തിട്ട് ആ കുപ്പിയിലേക്ക് നമ്മൾ എടുത്തിട്ട് കൊടുക്കുക. കീറി വെച്ച കാന്താരി എല്ലാം നമ്മൾ ആ കുപ്പിയിലേക്ക് ഇടുകയാണ്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു ഊഹം കാണുമല്ലോ, നിങ്ങളുടെ കയ്യിലുള്ള പുളിച്ചിക്കയ്ക്ക് അനുസരിച്ചിട്ട് ഉപ്പിടുക. ആവശ്യത്തിന് ഉപ്പും ഇട്ട് പിന്നെ വെള്ളവും ചേർത്ത് നമ്മൾ നല്ലപോലെ കുലുക്കുക. വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. നിറയെ വെള്ളം എടുത്ത് അത് നിമക്കനെ നമ്മൾ വെള്ളം എടുത്തിട്ട് ഇനി അടച്ച് നല്ലപോലെ കുലുക്കും. എല്ലാം നല്ലപോലെ മിക്സ് ആവണം. ഇത് ചേർക്കുന്നതിന് മുമ്പ് പുളിച്ചിക്ക എടുത്തപ്പോൾ തന്നെ കഴുകിയായിരുന്നു കേട്ടോ. നമ്മുടെ ഇവിടെ പുളിച്ചിക്ക മരത്തിൽ നിന്നാണ് എടുത്തത്. എടുത്ത സമയത്ത് തന്നെ നമ്മൾ എടുത്ത ഉടനെ കഴുകിയാണ് വെച്ചത്. അപ്പോൾ ആരും കഴുകാൻ മറക്കരുത്. കാന്താരി ഉപ്പും ഒക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടും ഉപ്പിനനുസരിച്ചും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ് ഇടേണ്ടത്. നമ്മൾ ആക്ച്വലി നല്ലപോലെ എരിവ് കഴിക്കുന്നുണ്ട്. നമുക്ക് ആക്ച്വലി ഇനിയും മുളക് വേണ്ടി വരും. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറണം. നിങ്ങൾക്ക് കിട്ടുന്നതിനനുസരിച്ചിട്ട് മാറുക. ഇൻ കേസ് കാന്താരി കിട്ടുന്നില്ല എങ്കിൽ, കിട്ടാത്തവരാണെങ്കിൽ അതിന് പകരം മുറിച്ച പച്ചമുളക് കിട്ടുമ്പോൾ പച്ചമുളകും എടുത്ത് അതിനെ മുറിച്ചിടാൻ പറ്റുന്നതാണ്. ഇനി ഇങ്ങനെ അടച്ച് വെക്കുക. എന്നിട്ട് നാളെ ആകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ വീണ്ടും ഉപ്പ് ചേർക്കുക. എന്നിട്ട് വീണ്ടും അടച്ചിട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കണം. ഫ്രിഡ്ജിനകത്ത് വെച്ച് 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഇതിലെല്ലാം ടേസ്റ്റ് പിടിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ ഇതിനെ യൂസ് ചെയ്യാവുന്നതാണ്. ഗയ്സ്, ഇതാണ് നമ്മൾ ഉപ്പിലിട്ട് വെച്ച പുളിച്ചിക്ക. ഇപ്പം ഇങ്ങനെ ഇരിക്കും. നമ്മളന്ന് ഇട്ട് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതടച്ച് ഫ്രിഡ്ജിൽ എത്ര കാലം വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കാം. കഴിക്കാനായിട്ട് എടുക്കേണ്ടത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരിച്ചിരി വെള്ളവും ഒരിച്ചിരി കാന്താരി മുളകും പിന്നെ ഒരു പുളിച്ചിക്കയും കൂടെയൊക്കെ വെച്ചിട്ട് ചോറിൻ്റെ കൂടെ എല്ലാം കൂടെ വെച്ച് കഴിക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം.